ഗായകനും നൃത്താധ്യാപകനും അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സഹോദരനുമായ ഡോക്ടർ RLV രാമകൃഷ്ണനെതിരെ കഴിഞ്ഞ ദിവസമാണ് ജാതി അധിക്ഷേപം നടത്തി സത്യഭാമ രംഗത്തെത്തിയത്. കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായ ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയും ചെയ്തു സത്യഭാമ. പിന്നീട് പറഞ്ഞു, ഞാൻ ആരെയും പേര് പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടില്ല, വ്യക്തിപരമായി ഞാൻ പറയുന്നത് എന്റെ പ്രതികരണം മാത്രമാണ്. എന്നാൽ സത്യഭാമ പറഞ്ഞത് ആരെ ഉദ്ദേശിച്ചാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ മനസ്സിലാകുകയും ചെയ്തിരുന്നു. സത്യഭാമയുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു: മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ. പുരുഷന്മാരാണ് മോഹിനിയാട്ടം കളിക്കുന്നതെങ്കിൽ സൗന്ദര്യമുള്ള പുരുഷന്മാരായിരിക്കണം അവർ. ചിലരുണ്ട് കാക്കിയുടെ നിറമാണ്, മോഹിനിയാട്ടത്തിന് പോലും കൊള്ളില്ല, പെറ്റ തള്ള പോലും കണ്ടാൽ സഹിക്കില്ലെന്നും സത്യഭാമ പറഞ്ഞിരുന്നു. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു സത്യഭാമയുടെ ഈ തുറന്നു പറച്ചിൽ. എന്നാൽ സത്യഭാമ പറഞ്ഞ ഈ കാര്യം സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയായി മാറിയതിന് പിന്നാലെ ജാതിപരമായി തന്നെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചെന്ന് കാട്ടിയാണ് രാമകൃഷ്ണൻ പരാതി നൽകിയത്. പട്ടികജാതി കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നും അദ്ദേഹം കോടതിയെ അറിയിച്ചിരുന്നു. ഇത് നിരീക്ഷിച്ച കോടതി ഇപ്പോൾ RLV രാമകൃഷ്ണൻ നൽകിയ പരാതിയിൽ നർത്തകി സത്യഭാമയെ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗർക്കെതിരെയുള്ള കേസുകൾ പരിഗണിക്കുന്ന നെടുമങ്ങാടുള്ള പ്രത്യേക കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ സത്യഭാമയുടെ അറസ്റ്റ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. സത്യഭാമ കോടതിയിൽ പറഞ്ഞത് ഇങ്ങനെ: ഞാൻ ചാലക്കുടിയിലുള്ള വേറൊരു നൃത്താധ്യാപകനെ കുറിച്ചാണ് പറഞ്ഞത്, അത് RLV രാമകൃഷ്ണൻ അല്ലെന്നാണ് സത്യഭാമ കോടതിയിൽ പറഞ്ഞത്. എന്നാൽ കോടതി ഇത് അംഗീകരിച്ചില്ല. സത്യഭാമയുടെ വേലകളൊക്കെ കയ്യിലിരിക്കട്ടെ എന്നാണ് കോടതി പറഞ്ഞത്. ചാലക്കുടി സ്വദേശിയായ രാമകൃഷ്ണനും സത്യഭാമയും തമ്മിൽ നേരത്തെയും കേസുകൾ ഉണ്ടായിരുന്നു. അതിന്റെ ദേഷ്യത്തിൽ തന്നെയാണ് സത്യഭാമ രാമകൃഷ്ണനെതിരെ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്. കൂടാതെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് അറിയില്ലെന്ന സത്യഭാമയുടെ വാദവും കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. എന്താണെങ്കിലും സത്യഭാമ വലിയൊരു കുരുക്കിലേക്കാണ് പോയത് എന്ന് തന്നെ പറയാം.